Good morning. Today going to talk about types of medical transportation. Hospital record management എന്ന് പറയുന്ന സബ്ജക്റ്റിലെ 10th യൂണിറ്റിലെ പോർഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് മെഡിക്കൽ ട്രാൻസ്പോർട്ടേഷൻ. നോൺ എമർജൻസി മെഡിക്കൽ ട്രാൻസ്പോർട്ടേഷൻ. നോൺ എമർജൻസി മെഡിക്കൽ ട്രാൻസ്പോർട്ടേഷൻ പ്രൊഫഷണൽ സർവീസ് ടു ട്രാൻസ്പോർട്ട് ഇൻഡിവിജ്വൽ വിത്ത് ഹെൽത്ത് കണ്ടീഷൻ ടു ഇഞ്ചുറി ഡസ് നോട്ട് പോസസ് എ ഇമീഡിയറ്റ് ത്രെറ്റ്. ഇമീഡിയറ്റ് ത്രെറ്റ് ഒന്നും ഇല്ലാത്ത കണ്ടീഷനിൽ നമ്മൾ സാധാരണ ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നതാണ് നോൺ എമർജൻസി മെഡിക്കൽ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ആംബുലേറ്ററി ട്രാൻസ്പോർട്ടേഷൻ. ആംബുലേറ്ററി ട്രാൻസ്പോർട്ടേഷൻ ഇസ് എ മോസ്റ്റ് കോമൺ ഫോം ഓഫ് നോൺ എമർജൻസി മെഡിക്കൽ ട്രാൻസ്പോർട്ടേഷൻ. നോൺ എമർജൻസി മെഡിക്കൽ ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുന്നതാണ് ആംബുലേറ്ററി ട്രാൻസ്പോർട്ടേഷൻ. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് സ്ട്രക്ചർ, വീൽ ചെയർ, ഫ്ലൈറ്റ് എസ്കോർട്ട്, കൊറിയർ സർവീസ് ഇതൊക്കെയാണ്. സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രക്ചർ ഈസ് എ ട്രാൻസ്പോർട്ടർ മെഡിക്കൽ ട്രാൻസ്പോർട്ട് ഈസ് അവൈലബിൾ സ്പെസിഫിക്കലി ഫോർ പേഷ്യൻറ്റ് ഹു സഫർ ഫോർ ബാക്ക് കണ്ടീഷൻസ് ഓർ ഹു കനോട്ട് സിറ്റ് അപ്രൈറ്റ്. കൃത്യമായിട്ട് ഇരിക്കാൻ പറ്റാത്തവരെയാണ് കെടുത്തിയിട്ട് നമ്മൾ കൊണ്ടുപോകുക. ഇത് നമ്മൾ നോൺ ആംബുലേറ്ററി എന്ന് പറയുന്നത് ആംബുലേറ്ററി ആണ് എന്ന് പറയുന്നത് എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ കൈ ഉപയോഗിച്ച് വേറെ ആളെ പിടിച്ചിട്ട് മാത്രമേ അതിനെ കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. ഷെഡ്യൂളിംഗ് ദി സർവീസ് ഇംപ്ലൈസ് എമർജൻസി അസിസ്റ്റൻസ് ഇസ് നോട്ട് റിക്വയർഡ് ടു ട്രാൻസിറ്റ് ഓർ ടൈം ഓഫ് അറൈവൽ. അവിടെ എത്തിക്കഴിഞ്ഞാൽ അതിലാണ് നമ്മൾ കൊണ്ടുപോവുക. അത് മറ്റുള്ള സഹായത്തോടു കൂടി മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇത് മെഡിക്കൽ ട്രാൻസ്പോർട്ട് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. പിന്നെ വീൽ ചെയർ ഇതുപോലെ തന്നെ നമുക്ക് നടക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് കനോട്ട് വാക്ക് ഓൺ ദെയർ ഓൺ തന്നെ നടക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് നമ്മൾ എടുത്തു കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ബാക്ക് പ്രോബ്ലംസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വീൽ ചെയർ ഉപയോഗിക്കും. വീൽ ചെയറും ഇതേപോലെ തന്നെ തനിയെ അത് പോവില്ല. നമ്മളൊരാൾ അത് റോൾ ചെയ്താൽ മാത്രമാണ് അത് പോവുള്ളൂ. അപ്പോൾ അവിടെയും നമുക്ക് ഹെൽപ്പ് വേണം. പിന്നെ ഫ്ലൈറ്റ് എക്സ്പോർട്ട് മെഡിക്കൽ ഫ്ലൈറ്റ് എക്സ്പോർട്ട് സർവീസ് ഫോർ പേഷ്യൻറ്റ് who are well enough to travel by required medical supervision. Then ഇത് നമ്മൾ കൊമേഴ്സ്യൽ എയർലൈൻ പോലെ തന്നെ നമ്മൾ പൊക്കി കൊണ്ടുപോകാനൊക്കെ ആയിട്ട് കോവിഡിൻ്റെ സമയത്തൊക്കെ നമ്മൾ കൊണ്ടുപോയിരുന്നതാണ്. അതായത് ചില ഭാഗത്തേക്ക് വെഹിക്കിൾസോ ഒന്നും കൊണ്ടു ചെല്ലാനായിട്ട് പറ്റാത്ത സ്ഥലത്തുനിന്ന് പൊക്കി എടുത്ത് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഫ്ലൈറ്റ് എസ്കോർട്ട് എന്ന് പറയുന്നത്. പിന്നെ കൊറിയർ സർവീസ് എന്ന് പറയുന്നത് മെഡിക്കൽ ലാബിൽ ഓർഗൻസ്, ബ്ലഡ് അങ്ങനത്തെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഹ്യൂമൻ ബ്ലഡ്, ഓർഗൻസ് അതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ആംബുലൻസ് തന്നെയാണത്. അത് കൊണ്ടുപോകാനായിട്ട് ചിലപ്പോൾ അത് ആംബുലൻസ് ആയിരിക്കും, അല്ലെങ്കിൽ അതിന് വേണ്ട ബോക്സസ് കാര്യങ്ങളൊക്കെയാണ് കൊറിയർ സർവീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എമർജൻസി മെഡിക്കൽ ട്രാൻസ്പോർട്ടേഷൻ അതിൽ വരുന്നത് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. നമ്മൾ പല ടൈപ്പ് ഓഫ് ആംബുലൻസ് ഉണ്ട്. ഒന്ന് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ഉണ്ട്. അതിൽ മെയിനായിട്ട് വരുന്നത് ബാൻഡേജ് ഉണ്ടാവും, എക്വിപ്മെൻറ്റ്സ് ഉണ്ടാവും, കാർഡിയാക് മോണിറ്ററിങ് ഉണ്ടാവും, സ്പ്ലിൻസ് ഉണ്ടാവും, ഓക്സിജൻ ടാങ്ക്, അതർ സപ്ലൈസൊക്കെ അതിലുണ്ടായിരിക്കും. ട്രാൻസ്പോർട്ട് റെപ്രസെൻറ്റ് കോർഡിനേറ്റ് VLS ട്രാൻസ്പോർട്ടേഷൻ പ്രിയർ ടു പേഷ്യൻറ്റ് ഡിസ്ചാർജ്. നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്തൊക്കെ വീട്ടിലേക്ക് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ പാരാമെഡിക്കൽ സ്റ്റാഫ്, സ്കിൽഡ് ആയിട്ടുള്ള പാരാമെഡിക്കൽ സ്റ്റാഫ്സ് ഉണ്ടായിരിക്കും. പിന്നെ അത് അഡ്മിനിസ്റ്റർ ചെയ്യാനുള്ള ആൾക്കാരുണ്ടായിരിക്കും. അതായത് വൈറ്റൽസ് മോണിറ്റർ ചെയ്യാനായിട്ട്, അതേപോലെ തന്നെ ഓക്സിജൻ ടാങ്ക്സ് അതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള പാരാമെഡിക്കൽ സ്റ്റാഫും കൂടി അതിലുണ്ടായിരിക്കും. അതാണ് അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത്. മറ്റേത് ബേസിക് ലൈഫ് സപ്പോർട്ടാണ്. അതിലെല്ലാ ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കും, പക്ഷേ അതിൽ പാരാമെഡിക്കൽ സ്റ്റാഫ്സ് ഒന്നും ഉണ്ടായിരിക്കും. പിന്നെ വരുന്ന ട്രാൻസ്പോർട്ടേഷൻ ഇൻ്റർപ്രറ്റേഴ്സ് ആണ്. ട്രാൻസ്പോർട്ടേഷൻ ഇൻ്റർപ്രറ്റേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് കാഴ്ച വൈകല്യമുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ സംസാരിക്കാത്ത ആൾക്കാർ, ഡെഫ് ആൻഡ് ഡംബ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആംബുലൻസാണ്. ഒരു ടൈപ്പ് ഓഫ് ആംബുലൻസാണ് മെഡിക്കൽ ഇൻ്റർപ്രറ്റർ അതിലുണ്ടായിരിക്കും. പിന്നെ ഡിജിറ്റലായിട്ട് അതിനുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉള്ള ആംബുലൻസാണ്. അങ്ങനെയുള്ള ഒരു തരം ആംബുലൻസാണ് ട്രാൻസ്പോർട്ടേഷൻ ഇൻ്റർപ്രറ്റർ എന്ന് പറയുന്നത്. പിന്നെ അവർക്ക് ലീഗൽ ഇൻ്റർപ്രറ്റേഴ്സ് സംടൈംസ് അതിൽ ഏതെങ്കിലും പാരാമെഡിക്കൽ സ്റ്റാഫ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിൽ ഡിജിറ്റലായിട്ടുള്ള ഡിവൈസസ് ഉണ്ടായിരിക്കും. അത് നമുക്ക് ഓപ്പൺ ചെയ്യാനും അതിൻ്റെ ആക്ഷൻസ് കാര്യങ്ങളൊക്കെ കാണിക്കാനുള്ള ഇതുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അതാണ് ട്രാൻസ്പോർട്ടേഷൻ ഇൻ്റർപ്രറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.